എന്തായാലും ചേട്ടനത് അറിഞ്ഞ് നന്നായി. ഞാൻ എങ്ങനെ പറയുമെന്ന് ആലോചിച്ച് ഇരിക്കായിരുന്നു. ഞാനും ഇവനും തമ്മിൽ ഇഷ്ടത്തിലായിട്ട് ഒരു 6-7 മാസമായി ഏട്ടാ. എന്റെ ചിന്താഗതിക്ക് ചേർന്ന ഒരാളാണിത്. നമ്മുടെ കാര്യം തന്നെ എടുത്തു നോക്കിയ ചേട്ടൻ വേറെ ലോകത്ത്, ഞാൻ വേറെ ലോകത്ത്. നീ അങ്ങനെ പറയല്ലേ. ചിലപ്പോ ഒരു കുടുംബം രണ്ടറ്റത്തും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിട്ട് ഓടുമ്പോ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ നിനക്കും നമ്മുടെ മോൾക്കും വേണ്ടിയിട്ടാണ്, അല്ലാതെ നീ വിചാരിക്കും പോലെ. ചേട്ടൻ ആയിരിക്കും, ചേട്ടന് നല്ല മനുഷ്യനാണ്. പക്ഷെ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഭാര്യ എന്നുള്ള രീതിക്ക് എന്റെ ആവശ്യങ്ങളും എന്റെ ആഗ്രഹങ്ങളും ചേട്ടൻ നിറവേറ്റി തന്നിട്ടുണ്ടോ? ചേട്ടൻ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ആഴ്ചയിൽ 7 ദിവസമുണ്ട്. അതിൽ 6 ദിവസം ചേട്ടൻ ജോലിക്ക് പോകും, ഒരു ദിവസം ചേട്ടൻ ഇവിടെ വന്ന് വിശ്രമിക്കും. എന്നിട്ടൊക്കെ ചേട്ടൻ എന്റെ കാര്യം എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനിക്ക് സെക്ഷൽ പ്രഷേഴ്സ് തന്നിട്ടുണ്ടോ? ഇല്ല. ഒരു പെണ്ണിന് അതാണോ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? ചേട്ടൻ വിചാരിക്കും പോലെ ഒരു പെണ്ണിന് നല്ല ഫുഡോ വസ്ത്രോ മാത്രമല്ല ആവശ്യം, വേറെ പല കാര്യങ്ങളുണ്ട് ചേട്ടാ. ചേട്ടനൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ തമ്മിൽ സെറ്റ് ആവൂല ചേട്ടാ. അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ പോവാ. ചേട്ടൻ ദയവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ മ്യൂച്വൽ ഡിവോഴ്സ് അങ്ങ് ഒപ്പിട്ട് തന്നേക്കണം. ചേട്ടാ, മോളെ ഞാൻ കൊണ്ടുപോവാണ്. ചേട്ടൻ അറിയാലോ, പെൺകുട്ടികൾ അമ്മയുടെ നിൽക്കുന്ന സേഫ്. ചേട്ടൻ ഇതിന്റെ പേരിൽ എന്തെങ്കിലും കേസിന് പോയാലും കോടതിയുടെ വിധി എനിക്ക് അനുകൂലമായിരിക്കും. വെറുതെ കേസും വഴക്കുമായിട്ട് ചേട്ടൻ പോയി വെറുതെ സമയം കളയണ്ട. മോള് വാ. മോളമ്മയുടെ പൊക്കോ, അച്ഛൻ മോളെ ഒന്ന് കണ്ടോളാം. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പുതിയ വീട് സ്വന്തമായിട്ട് വെക്കണം കേട്ടോ. വീടാ? ഓ, സ്വന്തമായിട്ടൊരു വീട് വെക്കണ്ടേ? പിന്നെ എത്രയെന്ന് പറഞ്ഞ വാടക വീട്ടിൽ കിടക്കുന്നേ, സ്വന്തമായിട്ടൊരു വീട് വെക്കണ്ടേ? അതിനൊക്കെ സമയം നേരം കാലമൊക്കെ ഇല്ലേ? ഇപ്പം പഴയതുപോലെയൊന്നും അല്ല. സ്വന്തമായിട്ടൊരു കുടുംബമുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. അവരൊക്കെ നല്ലപോലെ നോക്കണ്ടേ? അതൊക്കെ എനിക്കറിയാം. ഇപ്പം എന്തിനാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുക? ഞാൻ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തുവാടാ? ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതൊക്കെ നമുക്ക് നാളെ ചർച്ച ചെയ്യും. ഇപ്പം നമുക്ക് സീരിയസ് അല്ലാത്ത കാര്യം ചെയ്യും. അതെ, ഇപ്പൊ ഞാൻ അടുത്തുണ്ടല്ലോ, പഴയതുപോലെ മതിലൊന്നും ചാടി വരണ്ടല്ലോ. അപ്പം അടുത്തുള്ളപ്പോൾ അടുത്തുള്ള കാര്യം ചെയ്യാം. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യും. അമ്മേ, എന്താ മോളെ? എനിക്ക് അവിടെ കിടക്കണ്ട. എനിക്ക് അമ്മയുടെ അടുത്ത് കിടന്നാലേ ഉറക്കം വരുള്ളൂ. മോളെ, അവിടെ നല്ല റൂമല്ലേ? നിറയെ ബേർഡ്സിന്റെ പടമൊക്കെ അമ്മ ഒട്ടിച്ചു തന്നിട്ടില്ല ചെമറില്. മോൾ അത് കണ്ടുകൊണ്ട് സുഖമായിട്ട് പോയി കിടന്നുറങ്ങ. ഇല്ല അമ്മ, എനിക്ക് അമ്മയുടെ അടുത്ത് കിടക്കാം. ഇവിടെ കിടന്ന പറ്റൂല മക്കളെ, ഇവിടെ നല്ല റൂമല്ല, ദുസ്വപ്നമൊക്കെ കാണും. ഇല്ല, എനിക്ക് അമ്മയുടെ അടുത്ത് കിടന്നാലേ ഉറക്കം വരുള്ളൂ. മോളെ വാശി പിടിക്കല്ല, അമ്മ പറയുന്ന കേക്ക്. ഇവിടെ കിടന്ന ദുസ്വപ്നം കാണുന്ന. ഇല്ല, എനിക്ക് ഇവിടെ കിടക്കണം. പാറോ, അമ്മ പറഞ്ഞ മര്യാദക്ക് കേക്ക്. ഞാൻ ഇവിടെ കിടക്കുള്ളൂ. മോളെ, അമ്മ പറഞ്ഞ അനുസരിച്ച് നാളെ കുറേ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു തരാം. എനിക്കൊന്നും വേണ്ട, എനിക്ക് അമ്മയുടെ അടുത്ത് കിടന്നു. അവിടെ റൂം ഉണ്ടാക്കിയിട്ടില്ലേ? അതൊക്കെ അവിടെ പോയി കിടന്നോളൂ. ഇവിടെ ഇതിന്റെ ഇടയിലെ വന്ന് കിടക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ കൊച്ചല്ലേ? കൊച്ചെന്നും പറഞ്ഞ ഒരു മര്യാദ ഉണ്ട്. ഇതിന്റെ ഇടയിലേ വന്ന് കിടക്കുള്ളൂ. ഇതിന്റെയൊക്കെ
അതങ്ങനെ നല്ല തന്തയ്ക്ക് ജനിക്കണം. എവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് തന്നെ ഞാൻ ചുമക്കണമെന്ന് എനിക്ക് നോക്കാൻ വയ്യ. പിന്നെ ഇനി നീ ഇവിടെ നിന്ന് വല്ല വിളച്ചിലും എടുത്താൽ ഞാൻ കൊന്നു കളയും കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, അവൾ കൊച്ചാണ്. അവൾ എന്റെ അടുത്ത് കിടന്ന് ശീലിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ ശീലമൊന്നും ഇവിടെ വേണ്ട. ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു കിഴങ്ങൻ തന്തേനല്ല. എനിക്ക് എന്റെ പ്രൈവസി ഉണ്ട്. എന്റെ ഒരു കൊച്ച് രാവനൊക്കെ ഉണ്ടായതിനെ കൊണ്ട് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു. അമ്മ എന്താ മോളെ? വിശക്കുന്നു. അയ്യോ അമ്മ ഇപ്പൊ ചോറ് തരാം കേട്ടോ. ഒന്ന് മറിക്കേ, അവിടെ നിൽക്ക്. ചോറ് കൊടുത്തേ. മോളെ എന്താ? എന്ത് ചെയ്യുന്നു? ചെടി നടുന്നു. ആണോ? ഒന്നിതുവരെ വന്നേ. നീ ഇരിക്ക്, ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇരിക്ക്. മോൾക്ക് ഈ ടൂർ പോകുന്ന ഇഷ്ടമാണോ? എവിടെ? അങ്ങ് ദൂരെ പോകുമ്പോ ഹരി ആ ചേട്ടാ ഇരിക്കേട്ടെ. എന്തേട്ടാ പതില്ലാതെ? വെറുതെ ചോറൊക്കെ കഴിച്ച? ഓ കഴിച്ചു. എന്തേട്ടാ പതിവില്ലാതെ? കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഏയ് കാശിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ സമാധാനത്തോടെ കേൾക്കണം. എന്തു ചേട്ടാ? നമ്മളെ മോള് പാറു അവള് പോയടാ.